ശോഭാ കലന്തരജെ പറയുകയാണ് ലവ് ജിഹാദ് മാത്രമല്ല ലാൻഡ് ജിഹാദും ബിസിനസ് ജിഹാദും ഉണ്ടെന്ന്. വളരെ ഒരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ള വളരെ ഒരു വർഗീയ ഇപ്പം ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു വർഗീയ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അല്ല, അതിനകത്ത് ഈ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ വസ്തുത പറഞ്ഞാൽ വർഗീയമാകുമോ എന്നുള്ളൊരു ചോദ്യം തിരിച്ചു ചോദിക്കാനുണ്ട്. വസ്തുത പറഞ്ഞാൽ അത് വർഗീയമാകുമോ? ഇല്ല, അതാണ് ചോദ്യം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഗുരുവായൂരിൽ രണ്ട് മുന്നണികളും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരെ മാത്രമാണ് സ്ഥാനാർത്ഥികളാക്കുന്നത്. ഹിന്ദുക്കളായിട്ടുള്ള ആരെയും അവിടെ സ്ഥാനാർത്ഥികളാക്കുന്നില്ല. അതൊരു വസ്തുതയാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് ആണ്. അപ്പോൾ ഒരു വസ്തുത പറഞ്ഞു കഴിഞ്ഞാൽ അതിനുടനെ വർഗീയമാണ് എന്ന് പറയുന്നത് ഏത് ലോജിക്ക് വെച്ചിട്ടാണ്? അത് പറയാൻ പാടില്ലേ? വസ്തുതകളായിട്ട് കാണുക, അതെ, അത് തന്നെയാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന 99.9% സ്ഥാനാർത്ഥികളെയും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെയാണ് നിർത്തുന്നത് എന്നുള്ളതൊരു വസ്തുതയല്ലേ? അതെ. ആ വസ്തുത പറയുമ്പോൾ അതെങ്ങനെയാണ് വർഗീയമാകുന്നത്? അത് വസ്തുതയാണ്. പക്ഷേ അത്തരത്തിലുള്ള വസ്തുതകൾ പറയാൻ പാടില്ല എന്നും അത് ചെയ്താൽ അത് പറയരുത് എന്നും പറയുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ വർഗീയത. യഥാർത്ഥത്തിൽ വർഗീയത വസ്തുതകൾ നിങ്ങൾ പറയരുത്, വസ്തുതകൾ നിങ്ങൾ മൂടിവെക്കണം, അതിന് പകരം വസ്തുതകളെ തമസ്കരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തണം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ വർഗീയത. സത്യത്തോട് കലഹിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇനി നമുക്ക് കരന്തലാജി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. ലവ് ജിഹാദ് ഇറ്റ്സ് എ ഫോർഗോൺ കൺക്ലൂഷൻ. ലവ് ജിഹാദിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ഖുറാനിലാണ് തരുന്നത്. ലവ് ജിഹാദ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മുസ്ലിമും ഒരു കാരണവശാലും ഒരു അമുസ്ലിമിനെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി സംശയത്തിനിട നൽകാത്ത വിധത്തിൽ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അത് വസ്തുതയാണ്, നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, നിഷേധിക്കാനേ പറ്റില്ല. ഇനി അഥവാ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അമുസ്ലിമിനെ മുസ്ലിമാക്കി മതപരിവർത്തനം നടത്തണം. ഒരു അമുസ്ലിമിനെ മുസ്ലിമാക്കി മതപരിവർത്തനം നടത്തുന്നതിനെ ജിഹാദ് എന്നാണ് വിശേഷിപ്പിക്കുക. ഖുറാനിൽ പറയുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. അത് ജിഹാദാണ്. അപ്പോൾ ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി അവരെ മതം മാറ്റി മുസ്ലിമാക്കുന്നത് ജിഹാദാണ്. അത് പ്രണയം നടിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേര് ലവ് ജിഹാദ് എന്നാണ്. അങ്ങനെ ഒരു പേരിൽ അതറിയപ്പെടുന്നു എന്ന് മാത്രം. എന്താ കാരണം? മുസ്ലിം അമുസ്ലിം വിവാഹം ദൈവനിന്ദയാണ്, മരണമാണ് ശിക്ഷ. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത് കടന്നിട്ട് ഈ ഹലാൽ എന്ന സങ്കല്പത്തെ വിപുലമാക്കിയിട്ട്, ഹലാലും ഹറാമും, ഹലാൽ എന്ന സങ്കല്പത്തെ കുറേ കൂടി വിപുലമാക്കി എടുത്തുകൊണ്ട് അത് ലാൻഡ് ജിഹാദിലേക്കും ബിസിനസ് ജിഹാദിലേക്കും കടക്കുന്നേക്കാണ്. ലാൻഡ് ജിഹാദ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭൂമി വൻ വില കൊടുത്ത് മുസ്ലിങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. അതും ഒരു വസ്തുതയാണ്. കടലോരം മുഴുവനും, ഈ മെയിൻ എന്താണ് ഈ പറഞ്ഞ 6 വരി പാതയുടെ ഓരങ്ങളിൽ മുഴുവനും, നിങ്ങൾ കാസർഗോഡ് നിന്നും ഇങ്ങോട്ട് ഈ റോഡ് മാർഗം സഞ്ചരിക്കുകയാണെങ്കിൽ റോഡിൻ്റെ ഇരുവശത്തും കാണുന്ന 4000-ഉം 5000-ഉം സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടങ്ങളെല്ലാം ആരുടേതാണ് എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വർഗീയമായി പോകും. കാരണം അങ്ങനെ ചോദിക്കാൻ പാടില്ല. അപ്പോൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കങ്ങനെ വെക്കാം. മുസ്ലിങ്ങൾക്ക് അതിനുള്ള എല്ലാ അധികാരവും ഉണ്ട്. പക്ഷെ അതോടൊപ്പം മുസ്ലിങ്ങൾ പിന്നാക്കമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് സംവരണം മേടിച്ചു വെക്കുന്നത് തെറ്റാണ്. കാരണം സാമ്പത്തികമായിട്ട് ഇത്രയേറെ മുന്നാക്കം നിൽക്കുന്ന ഒരു സമൂഹം പിന്നാക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനധികൃതമായി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം കൈപ്പറ്റുകയാണ്. എന്നിട്ടാണ് അവർ ഈ ലാൻഡ് മുഴുവൻ മേടിച്ചു കൂട്ടുന്നത്. ലാൻഡ് മുഴുവൻ മേടിച്ചു കൂട്ടുകയാണ്.
അങ്ങനെ ലാൻഡ് ഭൂമി മേടിച്ചു കൂട്ടുന്നതിനെയാണ് ലാൻഡ് ജിഹാദ് എന്ന് പറയുന്നത്. അത് ഈ റോഡ് വക്കത്ത് മുഴുവൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ 5 കിലോമീറ്ററിനുള്ളിൽ മുസ്ലിം പള്ളികൾ വേണമെന്ന് പറഞ്ഞിട്ട് പള്ളികൾ വെച്ച് ഇങ്ങനെ പോവുകയാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഒരുത്തൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കേരളം മുഴുവൻ ഒരേ സമയത്ത് ഹൈവേ കൂടി പോകുന്നവരെല്ലാവരും ആ സമയത്ത് എല്ലാവരും ബാങ്ക് വിളി കേൾക്കണം എന്നാണ്. എന്ത് കാര്യമുണ്ടത്? മുസ്ലിങ്ങൾ കേട്ടാൽ പോരെ? അതെ. ബാങ്ക് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായിട്ടുള്ളൊരു കാര്യമല്ല, എനിക്ക് ബാധകമല്ലല്ലോ. അതെന്താ കാരണം? ഞാൻ ഈ അല്ലാഹു ആണ് ഒരേ ഒരു ദൈവമെന്നും അല്ലാഹു അല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്നും വിശ്വസിക്കുന്നില്ല സാർ. എനിക്ക് ഒരുപാട് ദൈവങ്ങളൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവാണ് ഒരേ ഒരു ദൈവമെന്നും മുഹമ്മദാണ് അന്ത്യപ്രവാചകനെന്നും ഇനി വേറെ ആരും വരില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു പ്രവാചകനാകാനൊരു അവസരം ചാകുന്നതിന് മുമ്പ് കിട്ടുമെന്നുള്ളതാണ്. അത് പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം ചില ബിസിനസ്സുകൾ, ചില കച്ചവടങ്ങൾ ഒരു പ്രത്യേക സമുദായം കൈയടക്കി വെക്കുമ്പോൾ അതിനെ ജിഹാദെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. മോണോപ്പൊളി. കുത്തകയായിട്ട് വരെയാണ്. ഉദാഹരണമാണ് പച്ചക്കറി, വെജിറ്റബിൾ മാർക്കറ്റ്. ഈ കേരളത്തിലെ പച്ചക്കറി വ്യാപാരം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? എടുത്തു പറയട്ടെ. അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ട് അത് വിശദമാക്കിയിട്ട് പറയട്ടെ. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, എല്ലാവരുടെയും കയ്യിലുണ്ടെന്ന് പറയട്ടെ. ഉണ്ടോ? നിങ്ങളിത് എടുത്തു നോക്ക്. ചില പ്രത്യേക വ്യാപാര വ്യവസായങ്ങൾ മുഴുവൻ ഇവരുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്? അതെ. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യാപാര വ്യവസായം ഒരു പ്രത്യേക സമുദായത്തിൻ്റെ മാത്രം കുത്തകയായിട്ടും വരികയും അവർ മറ്റുള്ളവരെ ആ രംഗത്ത് വളരാനും പ്രവർത്തിക്കാനും അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷം വരുമ്പോഴാണ് ജിഹാദ് രൂപപ്പെട്ടു വരുന്നത്. അവിടെയാണ് ജിഹാദ് വരുന്നത്. മറ്റുള്ളവർ ഇതിന് അനുവദിക്കുന്നില്ല. കാരണം മറ്റുള്ളവർക്കും ഈ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ടോ? അതില്ല. മറ്റ് സമുദായത്തിൽപ്പെട്ടവർ ഈ രംഗത്തേക്ക് വരാൻ പാടില്ല. നമ്മുടെ സമുദായത്തിൻ്റെ മാത്രമായിട്ട് ഈ രംഗത്ത് കുത്തക നിലനിൽക്കണം. അങ്ങനെ വരുന്നത് ഒരു ശരിയായ സമീപനമല്ല. അതിന് സൗകര്യപ്രദമായിട്ടൊരു വാക്കാണ് ഈ ജിഹാദ് എന്ന് ഉപയോഗിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയമല്ലേ? അത് പറഞ്ഞാൽ വർഗീയമാണ് എന്നുണ്ടെങ്കിൽ അത് വർഗീയമാകട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെന്തായി പറയുന്നത്? വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചാൽ വർഗീയമാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയന്ന് വസ്തുതകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കും എന്ന് നിങ്ങൾ കരുതരുത്. കാരണം അതൊരു ഭയം എന്നിരിക്കാൻ പറ്റും. ഇത് വസ്തുതയല്ലെന്ന് ചോദിക്കുമ്പോൾ അതേ വസ്തുതയാണ്, ഞങ്ങളങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞോളൂ, ഒരു വിരോധമില്ല. പക്ഷേ നിങ്ങൾ വസ്തുതകൾ തമസ്കരിക്കപ്പെടണം. അങ്ങനെ വസ്തുതകളെ തമസ്കരിച്ചുകൊണ്ട് അസത്യം പ്രചരിപ്പിക്കണം, അസത്യം പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ശോഭ കരിന്തലജ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ വെച്ചുകൊണ്ട് ആരും ഇങ്ങോട്ടും മെക്കിട്ട് കയറാൻ വേണ്ടി വരണ്ട. വസ്തുതയാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇനിയും പറയും. ഇതൊക്കെ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കണം. അതെ, അതാണല്ലോ എൻ്റെ മര്യാദ. ഇത് ആളുകൾ അറിഞ്ഞാൽ നാണക്കേട് ഉണ്ടാകും എന്നുള്ള രീതിയാണ് നിങ്ങൾ ചെയ്യരുത്. ആളുകൾ അറിയരുത്, അത് നാണക്കേട് ഉണ്ടാക്കാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളത് ചെയ്യാൻ പാടില്ല, നമ്മളതിനെ നിർത്തണം. ഓക്കെ, നിരുത്സാഹപ്പെടുത്തി നിർത്തിക്കോ, ഒരു വിരോധവുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുകയും നിങ്ങളതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും വേണമെന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല. ആളുകളത് പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് ചൂണ്ടിക്കാണിക്കും. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. എല്ലാ വിഭാഗത്തിനും ഈ കാര്യങ്ങളിലൊക്കെ ഒരു പ്രാതിനിധ്യം കിട്ടേണ്ട അന്തരീക്ഷം വേണമെന്ന് പറയും. അതിനെന്താ തെറ്റ്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, 4 എന്ന് വെച്ചാൽ 4,
നേഷൻ, രാജ്യം, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.